പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാൻ സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഏതായാലും ഈ നടപടിക്രമങ്ങളിൽ അപാകത ഉണ്ടായെന്നാണോ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്? ഇവർക്ക് ഇനി ഒയാസിസിന് ഇനി അനുമതി നൽകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ കോടതി ഉത്തരവിൻ്റെ? ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യനാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി സമീപിച്ച പൊതു താൽപര്യ ഹർജി നൽകിയത്. അതായത് സർക്കാർ ഇത്തരത്തിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയത് നടപടിക്രമം പാലിച്ചല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി വാദം കേട്ടു. ഡിവിഷൻ ബെഞ്ചിലായിരുന്നു ഈ ഹർജി വിശദമായ വാദം കേട്ടത്. അതിനുശേഷമാണ് കോടതി ഇപ്പോൾ പ്രാഥമിക അനുമതി റദ്ദാക്കിയിരിക്കുന്നത്. കോടതി നിരീക്ഷിച്ചത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതിനടുത്ത് എടുക്കപ്പെട്ടാണ് ഇത്തരത്തിലൊരു അനുമതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. വേണ്ടത്ര പഠനം നടത്തിയില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കൃത്യമായ അപഗ്രഥനങ്ങൾ, ആ പ്രദേശത്തെ സംബന്ധിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തണമായിരുന്നു. ആ പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം കൃഷിയെ ബാധിക്കും തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന നടത്താതെ തിടുക്കപ്പെട്ട് ഒരു അനുമതി നൽകി എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി നടത്താനുള്ള അനുമതി ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ നടത്താം എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അങ്ങനെ പരിശോധനകൾ നടത്തി തുടർ നടപടിയിലേക്ക് സർക്കാരിന് പോകാം. അതിന് കൃത്യമായ പഠനങ്ങൾ നടത്തണം. പ്രദേശത്തെ സംബന്ധിച്ച് കൃത്യമായ അപഗ്രഥനങ്ങൾ ഒക്കെ നടത്തണം. അപ്പോൾ ഈ തിരുക്കപ്പെട്ട് അനുമതി നൽകിയതിന് പകരം വിശദമായ പരിശോധനകൾക്ക് ശേഷം തുടർ നടപടികളിലേക്ക് പോകാം എന്ന് തന്നെയാണ് ഇപ്പോൾ. അതായത് ബ്രൂവറി അവിടെ തുടങ്ങുന്നതിന് തടസ്സമില്ല. നിലവിൽ ഈ ഒയാസിസ് കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലുണ്ടായ ചില വീഴ്ചകളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബ്രൂവറിക്ക് സാധ്യത അന്വേഷിക്കാം, തുടരാമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സിജു, അത് തിടുക്കപ്പെട്ട് നൽകിയതിന് തന്നെയുള്ള അപാകത തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒയാസിസ് കമ്പനി തന്നെ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിപ്പിച്ചു എന്നൊരു ആക്ഷേപം കൂടി ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. അതുകൂടി കോടതി കണക്കിലെടുത്തിട്ടുണ്ടായി. പെട്ടെന്ന് അനുമതി ലഭ്യമാക്കാൻ വേണ്ടി ഒയാസിസ് കമ്പനി തന്നെ പല കാര്യങ്ങളും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന തരത്തിൽ ഉള്ള ആക്ഷേപങ്ങൾ കൂടി ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ അതുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് കോടതി പറയുന്നത്. ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ടുള്ള അനുമതി വേണ്ടിയിരുന്നില്ല. അതിൽ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആ സമയം കൃത്യമായ പരിശോധനകൾ നടത്തി, അപഗ്രഥനം നടത്തി, പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെ നടത്തിയ ശേഷം മറ്റു നടപടികളിലേക്ക് പോകാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എലപ്പുള്ളി ബ്രൂവറിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഏതായാലും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വീണ്ടും ഈ ബ്രൂവറി അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.